بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء المرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد നമ്മൾ ഇവിടെ ഹദീസുകൾ ക്രോഡീകരിച്ചത് ഒന്നും രണ്ടും നൂറ്റാണ്ടുകൾ എന്ന വിഷയം പറഞ്ഞു. പിന്നെ ഹദീസുകൾ മുസ്നദുകൾ ക്രോഡീകരിച്ച് പറഞ്ഞു. മുസ്നദ് പ്രത്യേക ഗ്രന്ഥരചനയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഹദീസുകൾ ക്രോഡീകരിച്ചത് സ്വഹീഹുകളിൽ സഹീഹുൽ ബുഖാരി, സഹീഹു മുസ്ലിം, അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വരുന്നത്. നമ്മൾ സഹീഹുൽ ബുഖാരിനെ കുറിച്ച് പറഞ്ഞു. സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരിയുടേതാണ്. അദ്ദേഹം സഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചപ്പോൾ അതിൽ കാണിച്ച താല്പര്യം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിഭയായിരുന്നു. നല്ല സൂക്ഷ്മതയും അതേപോലെ തന്നെ പിന്നെ പ്രാവീണ്യവും ബുദ്ധിപരമായ കഴിവും മനഃപ്പാടമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ പാഠവുമൊക്കെ ചരിത്രത്തിൽ ഏറെ പ്രസ്താവ്യമാണ്, പ്രശംസനീയമാണ്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉൾക്കൊള്ളിച്ചത്, അതാണ് മുഹ്തവയാത്ത്, അതിലെ ഉള്ളടക്കം. സഹീഹുൽ ബുഖാരിയിൽ സഹീഹായ ഹദീസുകൾ ഉണ്ട്. തഅലീഖാത്ത് എന്നൊരു വകുപ്പുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ഇസ്തിംബാത്ത്, അൽ ഫവായിദ് അൽ ഫിഖ്ഹിയ വൻ നുകത്ത് അൽ ഹികമിയ, പിന്നെ ഇമാം ബുഖാരിയുടെ ഗവേഷണങ്ങളുണ്ട്. അതിലെന്തുണ്ട്? ഇമാം ബുഖാരി കർമ്മശാസ്ത്രപരമായിട്ടുള്ള തൻ്റെ വീക്ഷണങ്ങൾ, അതേപോലെ വൈജ്ഞാനികമായ പോയിന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ രണ്ട് ചട്ടക്കുള്ളിൽ ഹദീസുകൾ മാത്രമല്ല, സഹീഹായ ഹദീസുകൾ മാത്രമല്ല, സഹീഹായ ഹദീസുകളായിട്ട് സനദ് ചേർന്ന് വന്നതൊക്കെ സഹിയായിട്ടാണ്. അതാണ് ഇമാം ബുഖാരിയുടെ വീക്ഷണം, സഹിയായ ഹദീസുകൾ. പിന്നെ തഅലീഖാത്ത് ഉണ്ട്. തഅലീഖാത്ത് എന്ന് പറഞ്ഞാൽ അത് സനദ് ചേർന്നാവില്ല. പിന്നെയോ മുഅല്ലഖായ ഹദീസ് എന്ന് പറയും. മാ ഹുദിഫ അവ്വലു സനദ്, സനദിൻ്റെ ആദ്യ ഭാഗം കളയപ്പെട്ടതെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ചില ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കും, അതിൽ സഹാബി പരാമർശിക്കപ്പെടുക. ചിലപ്പോൾ സഹാബി മുതൽ ഇമാം ബുഖാരി വരേക്കുള്ള റാവിമാരെ തന്നെ ഉണ്ടാവില്ല. പിന്നെയോ ഇമാം ബുഖാരി നേരിട്ട് പറയായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇമാം ബുഖാരി പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. ഇതിന് സനദില്ല. ഇമാം ബുഖാരി പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സനദിൽ അതിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ സനദ് കളഞ്ഞോ ഇമാം ബുഖാരി നൽകുന്ന റിപ്പോർട്ടുകൾക്ക് എന്താ പറയുക? തഅലീഖാത്ത് എന്ന് പറയും. മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയും. മുഅല്ലഖായ ഹദീസുകൾ അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇമാം ബുഖാരിയുടെ നിബന്ധന പ്രകാരം സനദ് മുസ്നദായ സനദ് ചേർന്ന എല്ലാ ഹദീസുകളും അതിലെന്താണ്? സഹീഹാണ്. ഇമാം ബുഖാരി ആ രീതിയിലാണ് ഹദീസുകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ തഅലീഖാത്ത് മുഅല്ലഖായ ഹദീസുകൾ എവിടെ ഉണ്ട്? സഹീഹുൽ ബുഖാരിയിലുണ്ട്. അത് മുഴുവൻ സഹീഹാണ് എന്ന്
പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അതിൽ സഹീഹ് ആയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. കാരണം മുസ്നദായ സനദ് പൂർണ്ണമായ ഹദീസുകളാണെന്ത് സഹീഹുൽ ബുഖാരിയിലല്ല സഹീഹ്. അതേസമയം മുഅല്ലഖായ ഹദീസുകളുണ്ട്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാരെല്ലാവരും അത് മുഴുവൻ സഹീഹാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇമാം ബുഖാരിയുടെ കർമ്മശാസ്ത്രപരമായ ഗവേഷണങ്ങൾ, അതേപോലെ വൈജ്ഞാനികമായിട്ടുള്ള വിവരങ്ങൾ, അതൊക്കെ ഇവിടെ ഉണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. പിന്നെ ഇമാം ബുഖാരി പൂർവികരുടെ വാക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ സഹീഹുൽ ബുഖാരിയിൽ, പൂർവികരുടെ വാക്കും കൊടുത്തിട്ടുണ്ട്, അതാണ് അഖ്വാൽ സലഫ്. പിന്നെ ഇമാം ബുഖാരി നൽകിയ തർജ്ജമ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ അധ്യായത്തിൻ്റെയും ടൈറ്റിലുകൾ, അതൊന്നും ഹദീസല്ല. പിന്നെയോ ഓരോ അധ്യായത്തിന് എന്തുണ്ട്, ഇപ്പം അല്ല അമാൽ ബിൻ നിയാത്ത് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടൈറ്റിലാണ്, പിന്നെ അതിൻ്റെ തൈലാണ് എന്ത് ചെയ്യുന്നത്, ഹദീസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ തർജ്ജമകൾ ഇതിപ്പോൾ ഇമാം ബുഖാരി അതിൽ ടൈറ്റിലുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എന്ത് ചെയ്തിട്ടില്ല, അധ്യായങ്ങൾക്ക് ടൈറ്റിൽ നൽകിയിട്ടില്ല. മെയിൻ ഹെഡിങ് ഉണ്ടല്ലോ കിതാബ്, ഇപ്പോൾ കിതാബുൽ ഈമാൻ അത് ഇമാം മുസ്ലിമിൻ്റേതാണ്. പക്ഷേ ഒരു കിതാബിൽ തന്നെ കുറേ അധ്യായങ്ങളുണ്ട്, ശീർഷകങ്ങൾ. അതൊന്നും ആരുടേതല്ല, സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിമിൻ്റേതല്ല, അത് ഇമാം നവവി പിൽക്കാലത്ത് ചേർത്താണ്, ഏത് സഹീഹ് മുസ്ലിമിലെ തർജ്ജമകൾ. എന്നാൽ സഹീഹുൽ ബുഖാരിയുടേത് അങ്ങനെയല്ല, സഹീഹുൽ ബുഖാരിയുടെ തർജ്ജമ ആരുടേത് തന്നെയാണ്, ഇമാം ബുഖാരിയുടേത് തന്നെ. അപ്പോൾ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ കണ്ണി ചേർന്ന മുസ്നദായ ഹദീസുകളുണ്ട്. അത് ഇമാം ബുഖാരിയുടെ വ്യവസ്ഥ പ്രകാരം സഹിഹാണ് ഹദീസുകളെല്ലാം. എന്നാൽ തഅലീഖാത്ത് എന്ന പേരിൽ മുഅല്ലഖായ ഹദീസുകളുണ്ട്, അതാണ് സനദ് ഇല്ലാതെ അല്ലെങ്കിൽ സനദിൻ്റെ ആദ്യ ഭാഗങ്ങളില്ലാതെ ഇമാം ബുഖാരി കൊടുക്കുന്ന ഹദീസുകൾ. ഇപ്പോൾ ഉർവ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഉർവ ആരാണ്, സഹാബിയല്ല, ഉർവത്ത് ബിൻ സുബൈർ താബിഈയാണ്, മനസ്സിലായി. അപ്പോൾ ആര് അവിടെ മുറിഞ്ഞു, സഹാബി മുറിഞ്ഞു. അങ്ങനെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, അതാണ് മുഅല്ലഖായ ഹദീസുകൾ. അതും എവിടെ ഉണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. പിന്നെ ഇമാം ബുഖാരിയുടെ കർമ്മശാസ്ത്രപരമായ വീക്ഷണങ്ങൾ, അതേപോലെ വൈജ്ഞാനികമായ പോയിന്റുകൾ, പൂർവികരുടെ വാക്കുകൾ, അതേപോലെ ഇമാം ബുഖാരി നൽകിയതായ തർജ്ജമകൾ, ശീർഷകങ്ങൾ ഓരോ അധ്യായങ്ങൾക്കും. ഇപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് എത്ര കിതാബുകളുണ്ട്, 97 കിതാബുകളുണ്ട്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ കിതാബുൽ ഈമാൻ, കിതാബ് ത്വഹാറ, കിതാബ് സ്വല, ഇതൊക്കെ മെയിൻ ഹെഡിങ്ങുകളാണ്. പിന്നെ അതിന് കീഴിൽ എന്തുണ്ടാവും, ബാബ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ശീർഷകങ്ങളുണ്ടാവും. അപ്പോൾ 97 കിതാബുകളും 3450 ബാബുകളും ഇവിടെ ഉണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്, മനസ്സിലായി. ഈ കിതാബുകൾക്കുള്ള പേരുകൾ, ബാബുകൾക്കുള്ള പേരുകൾ, അതാണെന്ത്, തർജ്ജമ. അതാര് നൽകിയതാണ്, അത് ഇമാം ബുഖാരി നൽകിയതാണ്. ഇത് പിന്നെ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി ഉൾക്കൊണ്ട വിഷയങ്ങളാണ്. ഇനി ഇമാം ബുഖാരിയുടെ സഹീഹ്, അതിലെ ഹദീസുകളുടെ എണ്ണാണ്. മർഫൂആയ കണ്ണി ചേർന്ന ഹദീസുകൾ, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സനദ് ചേർന്ന കണ്ണിയൊന്നും മുറിയാതെയുള്ള ഹദീസുകൾ ആവർത്തനത്തോടൊപ്പം 7397 ഹദീസുകളാണ് ബുഖാരിയിൽ. 7397. അതേപോലെ മുഅല്ലഖായത്, എന്താ മുഅല്ലഖായത് നിങ്ങൾ പറയും, അതായത് സനദിൻ്റെ ആദ്യ ഭാഗം ഇല്ലാതെ അല്ലെങ്കിൽ സനദ് തന്നെ ഇല്ലാതെ ഇമാം ബുഖാരി കൊടുക്കുന്ന നബിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായ റിപ്പോർട്ടുകൾ, അതാണ് മുഅല്ലഖുകൾ. അങ്ങനത്തേത് ആവർത്തിച്ച് അതാണ് അൽ ഹദീസുൽ മർഫൂഅൽ മുഅല്ലഖ ബിമാ ഫീഹൽ മുകററ, നബിയിലേക്ക് ചേർക്കപ്പെടുന്ന മുഅല്ലഖായ ഹദീസുകൾ, അത് ആവർത്തനത്തോടു കൂടി 1341 ഇട്ട്, മനസ്സിലായി. പിന്നെ മാഫിയിൽ മിനൽ മുത്താബഅത്ത് വ തൻബിഹ് അല ഇഖ്തിലാഫി റിവായാത്ത് 344. അത് ഈ ഒരു ഇത് അവിടെ നിന്നോട്ടത് ചിലപ്പോൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് ഉണർത്താം. മൗസൂലായ മുഅല്ലഖായ മുതാബഅത്തുകളായ ആവർത്തിച്ചു വന്ന ഹദീസുകൾ 982, 9082, പിന്നെ ആവർത്തനമില്ലാതെ
ആവർത്തനത്തോടു കൂടിയാണ് 7397. ആവർത്തനമില്ലാതെ മൗസൂലായ കണ്ണി ചേർന്ന നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസുകൾ 2602 ഹദീസുകൾ. ഇതാണ് ബുഖാരിയിൽ ആവർത്തനമില്ലാതെ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന കണ്ണി ചേർന്ന ഹദീസുകളുടെ എണ്ണം, ആവർത്തനമില്ലാതെ. ഇപ്പം ഇവിടെ പറഞ്ഞില്ല, ഇത് ആവർത്തനത്തോടു കൂടിയാണ് മർഫുവായ മുഅല്ലഖായ റിപ്പോർട്ടുകൾ. അത് ആവർത്തനമില്ലാതെ 159. അപ്പോൾ കണ്ണി ഇല്ലാതെ, അതായത് സനദിൻ്റെ തുടക്ക ഭാഗം ഇല്ലാതെ, അല്ലെങ്കിൽ സനദ് തന്നെ ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടതായ റിപ്പോർട്ടുകൾ, അത് സഹീഹുൽ ബുഖാരിയിൽ എന്താ ആവർത്തിച്ച് 1341, ആവർത്തിക്കാതെ എത്രയേ ഉള്ളൂ 159. പിന്നെ ഇത് രണ്ടും മൗസൂലായ മർഫൂആയതും മുഅല്ലഖായതും കൂടിയിട്ടുണ്ടെങ്കിൽ 2761, ഇത് രണ്ടും കൂടിയത് മനസ്സിലായില്ലേ? അൽ ഹദീസുൽ മർഫൂഅ മൗസൂലത്തൻ ഔ മുഅല്ലഖത്തൻ ബിദൂനി തക്രാർ 2761 ഹദീസ്. അത് ഇത് രണ്ടും കൂടിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് പണ്ഡിതന്മാർ, ഞാൻ ഇത് ഇങ്ങനെ കൊടുക്കാൻ കാരണം സഹീഹുൽ ബുഖാരിയെ പണ്ഡിതന്മാർ ഗൗനിച്ചതും ശ്രദ്ധിച്ചതും മനസ്സിലാക്കാനാണ്. സഹീഹുൽ ബുഖാരിയെ അതെല്ലാം പിന്നെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന നിലക്ക് ആരും അതിനെ പഠന വിധേയമാക്കാതെ വിട്ടിട്ടില്ല. പിന്നെയോ സഹീഹുൽ ബുഖാരിയെ ഓരോന്നും ആവർത്തിച്ച് എത്ര വന്നു, അത് മൗസൂലായ ഹദീസുകൾ. ഇനി മുഅല്ലഖായ ഹദീസുകൾ ആവർത്തിച്ച് എത്ര വന്നു, മൗസൂലായത് തന്നെയും ആവർത്തിക്കാതെ എത്ര വന്നു, മുഅല്ലഖായത് ആവർത്തിക്കാതെ എത്ര വന്നു, അത് രണ്ടും കൂടിയാൽ എത്ര. പിന്നെ മൊത്തം സഹീഹുൽ ബുഖാരിയുള്ള റിവായത്തുകൾ മുഴുവൻ എടുത്താൽ അതിൽ മൗസൂലായ ഹദീസുകൾ ഉണ്ടാകും, അതേപോലെ മുഅല്ലഖായതുണ്ടാകും. പിന്നെ അതിൽ മുതാബഅത്ത് എന്ന് പറയും. മുതാബഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഉസൂലിൽ കുറച്ച് വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ്. അതായത് രണ്ട് റാവിമാർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാം. റാവിമാർ രണ്ടും വേറെ വേറെ ആയിരിക്കും, പക്ഷേ അവരുടെ ഷെയ്ഖ് ഒന്നായിരിക്കും. മനസ്സിലായില്ലേ? രണ്ട് റാവിമാർ ഒരു ഷെയ്ഖിൽ, അല്ലെങ്കിൽ അവരുടെ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് ഒന്നാകുക. ഇങ്ങനെ ഒരു പിന്നെ ഹദീസിന് ഒരു പക്ഷവായന ഉണ്ട്. ആ വായന പ്രകാരം ഉള്ള ഹദീസുകൾക്കാണ് മുതാബഅത്ത് എന്ന് പറയാം. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തം എത്ര ഹദീസുകളാണ്? 9082 ഹദീസുകൾ. ഈ രീതിയിൽ ഇമാം ബുഖാരിയുടെ ഹദീസിനെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പക്ഷവായന നടത്തിയിട്ട് അത്രമാത്രം ഗൗനിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ മൗസൂലായ ഹദീസുകൾ, അതേപോലെ തന്നെ അത് ആവർത്തിക്കാതെയുള്ള ഹദീസുകൾ, മുഅല്ലഖായ ഹദീസുകൾ, അത് ആവർത്തിക്കാതെയുള്ള ഹദീസുകൾ. ഈ ഒരു ഇതാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയെ ഗൗനിച്ചതിൻ്റെ മറ്റൊരു ഭാഗം ഇതാണ്, ബുഖാരിക്ക് നൽകിയ ഷറഹുകളാണ്. സഹീഹുൽ ബുഖാരിക്ക് മൊത്തം 71 വിശദീകരണ ഗ്രന്ഥങ്ങളുണ്ട്. 71 വിശദീകരണ ഗ്രന്ഥങ്ങൾ, 1 2 1 മനസ്സിലായി. സഹീഹുൽ ബുഖാരിയെ വിശദീകരിച്ച് 71 ഗ്രന്ഥരചനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഞാനിവിടെ എഴുതിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ആലാമു സുനൻ, അല്ലെങ്കിൽ ആലാമുൽ ഹദീസ്, അബൂ സുലൈമാനുൽ ഖത്താബിയുടേത്. 382 മരണപ്പെട്ട പിന്നെ മുഹദ്ദിസാണ് അബൂ സുലൈമാൻ അൽ ഖത്താബി അശ്ശാഫിഈ. അദ്ദേഹത്തിന് ആലാമു സുനൻ സഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്. അതേപോലെ അൽ കൗക്കബുദ്ദറാറി, ഇത് ഷംസുദ്ദീൻ മുഹമ്മദ് അൽ കർമാനിയുടെ ഷറഹ്, ഷംസുദ്ദീൻ മുഹമ്മദ് അൽ കർമാനി. പിന്നെ ഫത്ഹുൽ ബാരി, നമുക്ക് ഏവർക്കും അറിയാം, സഹീഹുൽ ബുഖാരിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഷറഹാണ് ഫത്ഹുൽ ബാരി. ബി ഷറഹി സഹീഹുൽ ബുഖാരി ലിൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബൃഹത്തായതും. ഈ ഫത്ഹുൽ ബാരി അതിൻ്റെ ആ വ്യാപ്തി, വിശാലത, വിജ്ഞാനം അത് ഉൾക്കൊണ്ടതുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് എന്നാണ്. ഫത്ഹുൽ ബാരിക്ക് ശേഷം ഇനി ഇൽമ് തേടി യാത്രയല്ല, ആ രീതിയിൽ വരെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ ഇൽമും ഇവിടെ ഉണ്ട് ആ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ. അതൊരു പിന്നെ
അതിശയോക്തി പ്രയോഗമാണ്, അത്രമാത്രം വിജ്ഞാനം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ. പിന്നെ ഉംദത്തുൽ ഖാരി, ഫത്തുൽ ബാരിൻ്റെ സഹീഹുൽ ബുഖാരിൻ്റെ ഷർഹാണ് ഉംദത്തുൽ ഖാരി അറിയപ്പെട്ടത്. അത് ഹാഫിദ് ബദറുദ്ദീൻ മഹ്മൂദ് അൽ ഐനി, ബദറുദ്ദീൻ മഹ്മൂദ് അൽ ഐനി, ഇമാം ഐനിയുടെ ഷർഹ്. അതേപോലെ ഇർഷാദുസ്സാരി, ഇർഷാദുസ്സാരി അത് ഖുസ്തല്ലാനിയുടെ ചില ഷിഹാബുദ്ദീൻ ഷിഹാബുദ്ദീൻ അഹ്മദ് അൽ ഖുസ്തല്ലാനി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഷർഹാണ് ഇർഷാദുസ്സാരി. പിന്നെ ഫൈറൂസാബാദിയുടെ മിനഹുൽ ബാരി, മിനഹുൽ ബാരി അത് സഹീഹുൽ ബുഖാരിയുടെ ഷർഹാണ്. അതേപോലെ ഫൈദുൽ ബാരി, ഫത്തുൽ ബാരി സഹീഹുൽ ബുഖാരിൻ്റെ ഷർഹാണ് ഫൈദുൽ ബാരി, അത് മുഹമ്മദ് അൻവർ അൽ കശ്മീരി, മുഹമ്മദ് അൻവർ അൽ കശ്മീരിയുടേതാണ്. പിന്നെ ലാമിഉ ദറാറി, ലാമിഉ ദറാറി അത് അൽ ഹാജ് റഷീദ് മുഹമ്മദ് അൽ കൻകൂഹി, റഷീദ് മുഹമ്മദ് അൽ കൻകൂഹിയുടേതാണ് ലാമിഉ ദറാറി. പിന്നെ മിൻഹത്തുൽ ബാരി സക്കരിയ അൽ അൻസാരിയുടേത്, ഷറഹ് സഹീഹുൽ ബുഖാരി ഇബ്നു ബത്താൽ, അലി ഇബ്നു ഖലഫ് ഇബ്നു ബത്താൽ. അതേപോലെ മനാറുൽ ഖാരി അതും സഹീഹുൽ ബുഖാരിൻ്റെ ഷറഹാണ്, മനാറുൽ ഖാരി ഹംസ മുഹമ്മദ് ഖാസിം. പിന്നെ ഫതുഹുൽ ബാരി, രണ്ട് ഫതുഹുൽ ബാരി ഉണ്ട് സഹീഹുൽ ബുഖാരിക്ക് ഷറഹായിട്ട്, ഒന്ന് ഇബ്നു ഹജറിൻ്റേത്, മറ്റൊന്ന് ഇബ്നു റജബ് അൽ ഹംബലി, ഇബ്നു റജബ് അൽ ഹംബലിയുടേതാണ്. ഹാഫിദ് ഇബ്നു ഹജർ ഇബ്നു റജബ് അൽ ഹംബലി, ഇബ്നു റജബ്. ഇത് മുഴുവനായിട്ടില്ല, ഈ ഫതുഹുൽ ബാരി മുഴുവനായിട്ടില്ല, അതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ നല്ല ബൃഹത്തായ അവതരണമാണ് ഇബ്നു റജബിൻ്റേത്. പിന്നെ ഫതുഹുൽ ബാരിക്ക് അബൂ ജാഫർ അഹമ്മദ് ദാവൂദിയുടെ ഷറഹുണ്ട്, അബുൽ ഖാസിം അഹമ്മദ് ബിൻ ഉമർ തൈമിയുടെ ഷറഹുണ്ട്, മുഹല്ലബ് ബിൻ അബി സുഫ്രക്ക് ഷറഹുണ്ട്. അതേപോലെ അബി ഹബ്സ് ഉമർ അഷ്ബീലിയുടെ ഷറഹുണ്ട്. ഇതൊക്കെ പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല എത്ര എണ്ണം, 71 ഷറഹുകൾ സഹീഹുൽ ബുഖാരിക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഞാൻ എടുത്തെഴുതിയത്. പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പണ്ഡിതന്മാരുടെ പരിഗണന ലഭിച്ചൊരു ഗ്രന്ഥമാണിത് സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരി അത് ഇതിൻ്റെ ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട് ചിലർ, ആവർത്തനങ്ങളും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് സനദ് മാത്രം ചേർന്ന് വന്ന ഹദീസുകൾ, അതേപോലെ തന്നെ ചിലത് സനദ് ഒഴിവാക്കിയിട്ട് മത്തനുകളെ ക്രോഡീകരിച്ച രചനകൾ, അതാണ്. അതേപോലെ തന്നെ സഹീഹുൽ ബുഖാരിക്ക് വിവരണമല്ലാതെ അനുബന്ധ കുറിപ്പുകൾ എഴുതിയിട്ട് ഇറക്കിയിട്ടുണ്ട്, അനുബന്ധ കുറിപ്പുകൾ മാത്രം. അങ്ങനെ 44 രചനകൾ ആ വിഷയത്തിൽ വെളിച്ചം കണ്ടിട്ടുണ്ട്. പിന്നെ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി കൊടുത്ത റാവിമാരുണ്ടാവും, റാവിമാർ. ഇപ്പോൾ ഹദ്ദസന മുസദ്ദദ് ഇബ്നു മുസർഹദ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കൂലേ, അപ്പം മുസദ്ദദ് ഇങ്ങനെ റാവിമാർ, ഈ യഹ്യ ബിൻ യഹ്യ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇബ്നു നുമൈർ തുടങ്ങിയ റാവിമാർ, ഇമാം ബുഖാരിയുടെ റാവിമാർ. ഈ റാവിമാരെക്കുറിച്ച് മാത്രം പഠനമുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മൻ റവാനുഹുൽ ബുഖാരി, ഇതൊരു കിതാബിൻ്റെ പേരാണ്, അത് ഇബ്നു അദീൻ്റെത്. അതേപോലെ അൽ ഹിദായ വൽ ഇർഷാദ്, അത് അബൂ നസറുൽ കലാബാദിയുടേത്. അതേപോലെ അത്തഅദീൽ വ തജ്രീഹ്, ഇത് അബുൽ വലീദ് അൽ ബാജി അൽ മാലിക്കി, അബുൽ വലീദ് അൽ ബാജി അൽ മാലിക്കിയുടെ അത്തഅദീൽ വ തജ്രീഹ്. ഈ 3 രചനകൾ മൻ റവാനുഹുൽ ബുഖാരി, അൽ ഹിദായ വൽ ഇർഷാദ്, അത്തഅദീൽ വ തജ്രീഹ്, ഈ 3 കിതാബുകൾ എന്തിനു മാത്രമാണ്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കൈകാര്യം ചെയ്ത റാവിമാർ, അവരെക്കുറിച്ചുള്ള പഠനമാണ്, റാവിമാരെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ആ നിലക്കൊക്കെ എന്താ പല നിലക്കാണ് എന്ത് ചെയ്തിട്ടുള്ള ഇമാം ബുഖാരിയുടെ സഹീഹിനെ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. നമുക്ക് മുസ്ലിം കൂടി പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ പൊതുവിൽ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥം, അതിനെക്കുറിച്ച് പ്രാമാണികർ പറഞ്ഞത് എന്താ? ഇമാം ഹാഫിദ് ഇബ്നു കസീർ പറയാണ്, വ അജ്മഅൽ ഉലമ വഅലാ ഖബൂലിഹി, എന്താ വ അജ്മഅൽ ഉലമ, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു അലാ ഖബൂലിഹി, സഹീഹുൽ ബുഖാരി സ്വീകരിക്കണമെന്ന വിഷയത്തിൽ, വസിഹ്ഹതി മാ ഫീഹി, സഹീഹുൽ ബുഖാരിയിലുള്ളത് സഹീഹാണ് എന്ന വിഷയത്തിൽ. വകദാലിക സായിറു അഹ്ലിൽ ഇസ്ലാം, പണ്ഡിതന്മാർ മാത്രമല്ല മുസ്ലിമീങ്ങൾ പൊതുവിൽ സഹീഹുൽ ബുഖാരി സ്വീകരിക്കണം, അതിലുള്ളത് സഹീഹാണ് എന്നതിൽ ഏകോപിച്ചിരിക്കുന്നു. അത് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ വാക്കാണ്. ഇമാം യഹ്യ ബിൻ ഷറഫ് അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്,
സഹീഹുൽ ബുഖാരിയെക്കുറിച്ച്. ഇത്തഫഖൽ ഉലമ അല അന്ന അസഹൽ കുതുബ് ബഅദ കിതാബിൽ അസീസ് അസഹിഹാനി അൽ ബുഖാരി വ മുസ്ലിം. ദാ ഇത്തഫഖൽ ഉലമ, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, അല അന്ന അസഹൽ കുതുബ് ബഅദ കിതാബിൽ അസീസ്. ദാ കിതാബുൽ അസീസ് എന്താ? ഖുർആൻ. ഖുർആനിന് ശേഷം ഏറ്റവും സഹീഹായ കിതാബ് ഏതാണ്? അസഹിഹാനി അൽ ബുഖാരി വ മുസ്ലിം. ബുഖാരി മുസ്ലിം എന്ന സഹീഹുകളാണ്. ഖുർആനിന് ശേഷം ഏറ്റവും സഹീഹായ കിതാബ്. അതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. എന്നിട്ട് ഇമാം നവവി പറയാണ്, കുറച്ച് പറഞ്ഞതിന് ശേഷം, വ കിതാബുൽ ബുഖാരി അസഹുഹുമ. എന്താ? വ കിതാബുൽ ബുഖാരി, ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി അസഹുഹുമ, ഇവ രണ്ടിൽ ഏറ്റവും സഹിയാണ്. ഇവ രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ബുഖാരി മുസ്ലിം വെച്ച് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും സഹി ഏതാണ്? അത് സഹീഹുൽ ബുഖാരിയാണ്. ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇമാം ഇബ്നു സ്വലാഹ്, അബു അംർ ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, സുബ്ബ ഇന്ന കിതാബൽ ബുഖാരി അസഹുൽ കിതാബൈൻ വ അക്സറുഹുമാ ഫവായിദ്. സുബ്ബ ഇന്ന, ബുഖാരിയെക്കുറിച്ച് മുസ്ലിമിനെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ആദ്യമായിട്ട് ഗ്രന്ഥരചന അവൽ മൻ സന്നഫ അൽ മുസ്നദ് അൽ ബുഖാരി അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ സുമ്മ മുസ്ലിം ഇബിൻ അൽ ഹജ്ജാജ് നൈസാപൂരി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് സഹീഹുൽ ബുഖാരിയെക്കുറിച്ചും സഹീഹ് മുസ്ലിമിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം മൂപ്പര് പറയാണ്, സുമ്മ ഇന്ന കിതാബ് അൽ ബുഖാരി, ബുഖാരിയുടെ കിതാബ് സഹീഹുൽ ബുഖാരി അസഹുൽ കിതാബൈനി. അസഹുൽ കിതാബൈൻ എന്നാണ് എന്താ? ബുഖാരി മുസ്ലിം എന്നതിൽ വെച്ചിട്ട് ഏറ്റവും സഹീഹായതാണ്. വ അക്സറുഹുമാ ഫവായിദ്, സഹീഹുൽ ബുഖാരിയെയും മുസ്ലിമിനെയും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫായിദകൾ ഉള്ള ഗ്രന്ഥവും ഏതാണ്? സഹീഹുൽ ബുഖാരിയാണ്. ഏറ്റവും കൂടുതൽ ഫലം ഉള്ള കിതാബ്. അതേപോലെ രണ്ട് കിതാബുകൾ വെച്ചാൽ ഏറ്റവും സഹീഹായത് അത് ബുഖാരിയുടെ കിതാബാണ്, സഹീഹുൽ ബുഖാരിയാണ് എന്ന് ഇമാം ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്താൻ. അപ്പോൾ ഇത് സഹീഹുൽ ബുഖാരിയുടെ ഇതെടുത്താണ് സ്ഥാനവും അതിൻ്റെ പ്രത്യേകതയും അറിയിക്കുന്ന പ്രാമാണികരുടെ വാക്കുകളാണ്. ഇതൊക്കെ നമ്മൾ മുഴുവൻ ഇവിടെ ഉണർത്തിയിട്ടില്ല. പ്രാമാണികരായ ചിലർ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. നമുക്കിനി സഹീഹുകളെ കുറിച്ചുള്ളൊരു മുസ്ലിമിനെ കുറിച്ച് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പൊതുവിൽ നമുക്ക് പറയാം പിന്നീട് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആഴങ്ങളിൽ ഇങ്ങനെയൊരു വിഷയം ടച്ച് ചെയ്യാത്തവർ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാത്തവർ അവരാണ് എന്ത് ചെയ്യണത്, ഇതിനെ വളരെ മോശമായിട്ട് എന്ത് ചെയ്യണത്. ഇമാം ബുഖാരി എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ അല്ലേ, നമ്മളെപ്പോലെ ഒരാൾ തെറ്റ് പറ്റൂല്ല, ഇങ്ങനെയൊക്കെയാണ്. ശരിയാണ്, ഇമാം ബുഖാരി നബിയൊന്നുമല്ല, ഇമാം ബുഖാരി മലക്കുമല്ല. പക്ഷേ ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരിയാണ്. അദ്ദേഹത്തെ വിലകെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാ അപകടമാണ്. ഞാൻ ചില പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ ചരിത്രം എഴുതിയത് വായിച്ചപ്പോൾ, ഇമാം ബുഖാരി ദുആക്ക് ജവാബുള്ള പണ്ഡിതനായിരുന്നു. ശരി, ഇമാം ബുഖാരിയെ ചിലർ ദ്രോഹിച്ചിരുന്നു. ഭരണാധികാരികൾ ദ്രോഹിച്ചിരുന്നു. ഒരു ഭരണാധികാരിയുടെ ദ്രോഹം അദ്ദേഹത്തിനെതിരെ ശക്തമായി. ഇമാം ബുഖാരിയെ നാട് കടത്താനുള്ള വിഷയങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അങ്ങനെ ഇമാം ബുഖാരി അദ്ദേഹത്തിനെതിരിൽ ദുആ ചെയ്തിട്ട് ആ ഭരണാധികാരിയെ അള്ളാഹു പിടികൂടിയതിനെ പണ്ഡിതന്മാരെടുത്തു കൊടുത്തിട്ടുണ്ട്, വളരെ ഗൗരവത്തിലാണ്. അതേപോലെ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയെ പഠനവിധേയമാക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുസീബത്തുകൾ ഒഴിവാക്കാൻ, പ്രയാസങ്ങൾ പോകാൻ ഇമാം ബുഖാരി ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, ആളുകൾക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ ആളുകൾ ബുഖാരി എടുത്ത് വായിക്കുമായിരുന്നു എന്നാണ്. ബുഖാരി എടുത്ത് വായിക്കും. എന്തിന്? ഇമാം ബുഖാരി ജീവിച്ച നാളിൽ അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുഖാരിയെ സഹീഹിനെ ജാമിഉൽ മുസ്നദിനെ പഠന വിധേയമാക്കുന്നവരുടെ പ്രയാസങ്ങൾ പോക്കാൻ, അവരുടെ ബുദ്ധിമുട്ടുകളെ വഴിമാറ്റാൻ, എത്രമാത്രം അത്യാപത്തുകളിൽ പെടുമ്പോൾ വരെ സഹീഹുൽ ബുഖാരി എടുത്തിട്ട് ആളുകൾ വായിക്കുമായിരുന്നു എന്നാണ്. അവരുടെ ആപത്തുകൾ ഒഴിവായി കിട്ടാൻ. മനസ്സിലായില്ലേ? അതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി നിസ്സാരക്കാരനല്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥരചന ഇതാവുമല്ലോ നമുക്ക്. അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികവും പ്രാമാണികവുമായ ഒരു കിതാബ് ആരാ? അത് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയാണ്. ആ ഒരു ബർക്കത്ത്
പിന്നെ കാലാകാലങ്ങളിൽ നൂറ്റാണ്ടുകളിൽ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ സഹീഹ്. മാത്രമല്ല ആ ഒരു സഹീഹിന് പിന്നെ രചന നൽകിയ ആ മഹാൻ ഇമാം ബുഖാരി, അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം, അദ്ദേഹത്തിനുള്ള ആ ഒരു പദവി, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടാത്ത ഒരു പള്ളിയില്ല, ഒരു മിമ്പറില്ല, ഒരു വിജ്ഞാന സ്ഥാപനമല്ല, അല്ലേ, ഒരു പണ്ഡിതനില്ല. അതും അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും. അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ മഹാ പണ്ഡിതൻ, ആ പണ്ഡിതനെയാണ് ചില ആളുകൾ ഇങ്ങനെ കൊച്ചയാക്കിയിട്ട് വളരെ നിസ്സാരാക്കിയിട്ട് സംസാരിക്കുന്നത്. അത് മഹാ മുസീബത്താണ്, അവർക്ക് വലിയ മുസീബത്താണ്. ഇമാം ബുഖാരി ഇറാഖിലേക്ക് പോയൊരു ചരിത്രം, ഇമാം ബുഖാരിയുടെ ബുദ്ധികൂർമ്മതയിൽ എല്ലാവരും വളരെയധികം സംസാരമാണ്. വലിയ പണ്ഡിതനാണ്, നിപുണനാണ്, ബുദ്ധികൂർമ്മതയും വൈജ്ഞാനിക കഴിവും മികച്ചതാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമാം ബുഖാരി വരുമ്പോൾ ഇമാം ബുഖാരിയുടെ 100 ഹദീസുകളെ എന്ത് ചെയ്യുന്നുണ്ട്, 10 ആക്കി വിഭജിക്കുന്നുണ്ട്. 100 ഹദീസുകൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് 100 ഹദീസുകൾ അവരെന്ത് ചെയ്യാണ്, 10 ആക്കി വീതം വീതിച്ചു. എന്നിട്ട് ഈ 10 ആളുകളും ഈ ഹദീസുകളുടെ സനദും മത്തനും ഉണ്ടല്ലോ, സനദും മത്തനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഒരു ഹദീസിൻ്റെ സനദ് എടുക്കുക, വേറെ ഹദീസിൻ്റെ മത്തിന് എടുക്കുക, ഈ ഹദീസിൻ്റെ മത്തിന് അതിന് കൊടുക്കുക, ആ ഹദീസിൻ്റെ സനദ് ഇതിന് കൊടുക്കുക, ഇങ്ങനെ അങ്ങോട്ടും മാറ്റി 10 ആളുകൾ എന്ത് ചെയ്തു, ഇങ്ങനെ 100 ഹദീസുകളെ എടുത്ത്. എന്നിട്ട് ഇമാം ബുഖാരി വന്നപ്പോൾ ഇമാം ബുഖാരിയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകളൊന്നായിട്ട് കൂടി, പണ്ഡിതനല്ലേ, ലോകത്ത് കേളി കേട്ടാ. എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പഠിച്ച് ഈ ഹദീസുകളൊന്ന് അവതരിപ്പിക്കണമെന്നുണ്ട്, ഞങ്ങൾ കേൾക്കണമെന്നുണ്ട്. ഇമാം ബുഖാരി വരാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആൾ വന്ന് ഇങ്ങനെ ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, എനിക്ക് ഈ ഹദീസ് അറിയില്ല. 10 ഹദീസ് മുമ്പ് പറഞ്ഞു കൊടുത്ത് 10 ഹദീസ് ഇമാം ബുഖാരിക്ക് അറിയില്ല. ഇമാം ബുഖാരിക്ക് അറിയണ ഹദീസാണ്. പക്ഷേ ഇവരെന്ത് ചെയ്താണിത്, സനദും മത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് പറയാണ്. അങ്ങനെ 10 ആളുകൾ വന്ന് ഇമാം ബുഖാരി പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ആളുകൾ ആശ്ചര്യപ്പെട്ട്, ലോകം മുഴുവൻ കേളി കേട്ട ഒരു പണ്ഡിതൻ പറയണം എനിക്കറിയില്ല. 10 ആളുടേതും കഴിഞ്ഞെന്ന് വരെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇമാം ബുഖാരി ഓരോരുത്തരെയും വിളിച്ച് എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞ 10 ഹദീസുകളുണ്ടല്ലോ, പക്ഷേ ആ 10 ഹദീസുകളും എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ രീതിയില്ല. അതിൻ്റെ സനദ് ഇതാണ്, അതിൻ്റെ മത്തിന് ഇതാണ്, അതിൻ്റെ സനദ് ഇതാണ്, മത്തിന് ഇതാണ്. എന്ത് ചെയ്ത് ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇമാം ബുഖാരി അവരെ കേൾപ്പിച്ചു. 10 ആളെയും വിളിച്ചിട്ട് 10 ആളുകളും പറഞ്ഞ ഹദീസുകൾ സനദ് കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അതിന് നേരെ അതിൻ്റെ മത്തിന് പറഞ്ഞ് ഇവർ അങ്ങോട്ടുകൊണ്ട് മാറ്റി വെച്ചതൊക്കെ എന്ത് ചെയ്ത് നേരെയാക്കിയിട്ട് ചേരുംപടി ചേർത്ത് അവതരിപ്പിച്ചു കൊടുത്തു. അതോടുകൂടി പണ്ഡിതന്മാർ ആശ്ചര്യചിത്തരായി ഈ ഒരു കഴിവിൽ. ചെറിയ ഒരു വചനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുംപടി ചേർക്കല്ലത്, വലിയ ഹദീസുകൾ, അതിൻ്റെ സനദുകൾ നീണ്ടതാണ്, പിന്നെ അതിൻ്റെ ഉള്ളടക്കം നീണ്ടതാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവർ 10 ആളുകൾ 30 വീതം കൂട്ടി മാറ്റി അങ്ങോട്ടും മാറ്റി വെച്ചാണ് എന്ത് ചെയ്തത്, ഇമാം ബുഖാരിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് മുഴുവൻ എന്ത് ചെയ്ത് കേട്ടിട്ട് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത്, പക്ഷേ നിങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മൂപ്പരത് ശരിപ്പെടുത്തി ചേരുംപടി ചേർത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ ശരിക്കും അവർ ആൽമരം കുലുക്കുന്ന അണ്ണാന്മാരെ എന്നേ അവരെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അടുത്തത് നമ്മൾ പറഞ്ഞ നമ്മുടെ വിഷയം എന്താണ്, ഹദീസ് ക്രോഡീകരണം സഹീഹുകളിൽ. അതിൽ സഹീഹുൽ ബുഖാരിയെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് സംസാരിച്ചത്. ഇനി സഹീഹ് മുസ്ലിം എന്ന പേരിൽ പ്രസിദ്ധമാണ് അല്ലേ, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. പക്ഷേ സഹീഹ് മുസ്ലിമിൻ്റെ പേര് അൽ മുസ്നദു സഹീഹ് എന്നാണ്. ഇമാം മുസ്ലിം പറഞ്ഞതായി പിന്നെ ഉദ്ധരിക്കപ്പെട്ടത് ഇമാം ഇബ്നു സലാഹൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ അൽ മുസ്നദു സഹീഹിനെ ഞാൻ 3 ലക്ഷം ഹദീസുകളിൽ നിന്ന് എന്ത് ചെയ്താണ്, ക്രോഡീകരിച്ചാണ്. 3 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ അൽ മുസ്നദു സഹീഹ് ക്രോഡീകരിച്ചത് എന്ന് ഇമാം മുസ്ലിം പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൻ്റെ പേര് എന്താണ്, അൽ മുസ്നദു സഹീഹ് എന്നാണ്. പക്ഷേ അത് പ്രസിദ്ധമായ പേരെന്താണ്, സഹീഹു മുസ്ലിം എന്നാണ്. ഇമാം മുസ്ലിം ആരാണ്, അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ കുശൈരി അന്നൈസാപൂരി. അബുൽ ഹുസൈൻ അദ്ദേഹത്തിന് വിളിപ്പേരാണ്. മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ കുശൈരി, മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് ഇബ്നു മുസ്ലിം, വലിയപ്പാൻ്റെ പേര് മുസ്ലിമാണ്. അൽ കുശൈരി അന്നൈസാപൂരി, നൈസാപൂർക്കാരനാണ് ഇമാം മുസ്ലിം. ഷാഫി പണ്ഡിതനാണ്. ഇന്ത്യയിലല്ല,
ഇറാൻ്റെയൊക്കെ പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ടായിരിക്കും നിസാപൂർ. 2006 അദ്ദേഹം ജനിച്ചത്. 2061 അദ്ദേഹം അസ്തഗ്ഫിറുല്ലാ 206 ഹിജ്റത്തും 206 ജനിച്ചു, 261 മരിച്ചു. ഇപ്പോൾ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാവും? 55 വർഷം. 55 വർഷം. പക്ഷേ ഇമാം മുസ്ലിം അൽഹംദുലില്ലാ അദ്ദേഹം എന്തുകൊണ്ടാണ് സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അൽ മുസ്നദ് സഹീഹ് എന്ന് പറയുന്ന തൻ്റെ ഈ രചന ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതാണ് സബബുൽ വാഇസ് അലാ തഅലീഫിഹി, ഈ ഒരു ഗ്രന്ഥരചനയ്ക്ക് പ്രചോദകമായ കാരണം. അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരിക്കൽ ആവശ്യപ്പെടുന്നുണ്ട്, ഒരിക്കലല്ല പലതവണ ആവശ്യപ്പെടുന്നുണ്ട്, ഒരു രചന നടത്താൻ, സഹീഹുകളെ ക്രോഡീകരിക്കുന്ന. അപ്പോൾ ഇമാം മുസ്ലിം ആ ശിഷ്യനോട് പറഞ്ഞ വാക്കാണിത്: സുമ്മ ഇന്ന ഇൻഷാ അല്ലാഹ് മുബ്തദിഊന ഫീ തഖ്രീജി മാ സഅൽത തഅലീഫഹു അലാ ശരീഅത്തിൻ സൗഫ അദ്കുറുഹാ ലക്. തൻ്റെ ശിഷ്യനോട് പറയാണ്, സുമ്മ ഇന്ന ഇൻഷാ അല്ലാഹ് നാം മുബ്തദിഊൻ തുടങ്ങാൻ പോവുകയാണ്, ഫീ തഖ്രീജി മാ സഅൽത തഅലീഫഹു നീ ആവശ്യപ്പെട്ട രചന നിർവഹിക്കുന്നതിൽ, അലാ ശരീഅത്തിൻ ഒരു വ്യവസ്ഥ പ്രകാരം, സൗഫ അദ്കുറുഹാ ലക് ഞാൻ അത് വഴിയെ നിനക്ക് പറഞ്ഞുതരാം. അതായത് ഇമാം മുസ്ലിം കണ്ട ഒരു നിബന്ധന ഉണ്ട്. ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ശിഷ്യനോട് പറയണം, നീ ആവശ്യപ്പെട്ട രചന അത് നമ്മൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത് ഇമാം മുസ്ലിം സഹീഹ് തുടങ്ങിയത്. അപ്പോൾ ശിഷ്യന്മാരുടെ ആവശ്യം അതാണ് ഒരു സഹീഹ് മുസ്ലിമിൻ്റെ രചനയ്ക്ക് ഇമാം മുസ്ലിമിന് പ്രേരകം. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറയാണ്, കസ്റത്തു മാ ഉല്ലിഫ വഖുദിഫ ബിഹി ഇലന്നാസ് മിനൽ കുതുബിൽ മംലൂഅ ബിദ്ദുആഫ് വൽ മനാകിർ വൽ വാഹിയാത്ത്. ജനങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട കുറേ രചനകളുണ്ടായിരുന്നു. അതിൽ ദുർബലമായതുണ്ട്, മുൻകറായതുണ്ട്, തീർത്തും ദുർബലമായതുണ്ട്. അപ്പോൾ തീർത്തും ദുർബലമായത്, അതേപോലെ മുൻകറായത്, പിന്നെ ദുർബലമായത്, ഇതൊക്കെ നിറക്കപ്പെട്ട കിതാബുകൾ കുറേ എന്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് അന്ന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പാഠം ഉൾക്കൊണ്ടാണ് ഇമാം മുസ്ലിം സഹീഹായത് മാത്രം, സഹീഹായ ഹദീസുകളെ മാത്രം തിരഞ്ഞെടുത്തിട്ടൊരു രചന നിർവഹിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇമാം മുസ്ലിം അൽ മുസ്നദ് സഹീഹ് രചിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, ആ രചനയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അദ്ദേഹം പറയാണ് എന്താ, അല്ലഫ്തു കിതാബി ഹാദാ മിൻ 300,000 ഹദീസ് മസ്മൂഅ. എന്താ പറഞ്ഞത്? 3 ലക്ഷം കേൾക്കപ്പെട്ട 3 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ കിതാബിനെ ക്രോഡീകരിച്ചത്. 3 ലക്ഷം ഹദീസുകളെ എടുത്തിട്ടാണ് ഇമാം മുസ്ലിം അതിൽ നിന്ന് സഹീഹായത് തിരഞ്ഞെടുത്ത് പഠന വിധേയമാക്കിയിട്ട് തൻ്റെ രചനയിൽ ഉൾക്കൊള്ളിച്ചത്. അദ്ദേഹം പറയാണ്, ലൗ അന്ന അഹ്ലൽ അർദ് യക്തുബൂന അൽ ഹദീസ 200 സന മാ കാന മദാറുഹും ഇല്ലാ ഹാദൽ മുസ്നദ്. അത് അദ്ദേഹത്തിന് ഈ രചനയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് അഭിപ്രായമാണ്, മതിപ്പാണ്. ഭൂവാസികൾ, ലൗ അന്ന അഹ്ലൽ അർദ് ഭൂവാസികൾ, യക്തുബൂന അൽ ഹദീസ് അവർ ഹദീസുകൾ എഴുതാണ് 200 സന 200 വർഷം, ഭൂവാസികൾ 200 വർഷം ഹദീസുകൾ എഴുതുകയാണ് എങ്കിൽ മാക്കാന മദാറുഹും ഇല്ലാ ഹാദൽ മുസ്നദ് അവരുടെ അവലംബം എൻ്റെ ഈ മുസ്നദ് മാത്രമായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ പ്രയോഗം അറിയിക്കുന്നത്? അതായത് ലോകർ അവർക്ക് ആശ്രയിക്കാനും അവലംബിക്കുവാനുമുള്ള ഗ്രന്ഥാണെന്ത് എൻ്റെ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഈ ധാരാളക്കണക്കിന് ഹദീസുകളെ പഠനം നടത്തി മനനം നടത്തി അദ്ദേഹം എന്ത് ചെയ്താണ് ക്രോഡീകരിച്ചതാണ് ഈ ഒരു മുസ്നദ്. ആളുകൾക്ക് അവലംബയോഗ്യമായ ഗ്രന്ഥമാണ് ഇത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നോക്കിയാൽ മതിപ്പ് സഹീഹുൽ ബുഖാരിയിലുണ്ടോ സഹീഹ് മുസ്ലിമിലുണ്ടോ? അതല്ല ചോദ്യം. സഹീഹുൽ ബുഖാരിയിലുണ്ടോ സഹീഹ് മുസ്ലിമിലുണ്ടോ? എന്താണ് ചോദ്യം. ഹദീസ് ആരാ ഉദ്ധരിച്ചത്? അത് ബുഖാരിയാണ്, അല്ലെങ്കിൽ ആ ഉദ്ധരിച്ചത് മുസ്ലിമാണ്. ഖലാസ്, മുസ്ലിമാണ് ഉദ്ധരിച്ചത്, ഖലാസ്. ആ ഒരു ഇഖ്ലാസ് അതിൻ്റെ സ്വാധീനമാണത്. പിന്നെ അദ്ദേഹം പറയണം, മാ വളഅതു ശൈഅൻ ഫീ കിതാബി ഹാദാ ഇല്ലാ ബിഹുജ്ജ വമാ അസ്ഖത്തു മിൻഹു ശൈഅൻ ഇല്ലാ ബിഹുജ്ജ. മാ വളഅതു ശൈഅൻ ഫീ കിതാബി ഹാദാ, എൻ്റെ ഈ കിതാബിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല.
ഇല്ലാ ബിഹുജ്ജ, ന്യായപ്രകാരമല്ലാതെ. ന്യായപ്രകാരമല്ലാതെ. വമ അസ്ഖത്തു മിൻഹു ഷൈഅൻ, ഈ കിതാബിൽ നിന്ന് ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഇല്ലാ ബിഹുജ്ജ, ഹുജ്ജത്ത് പ്രകാരമല്ലാതെ. എന്തൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അതിന് വ്യക്തമായ ന്യായമുണ്ട്, എന്തൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിൻ്റേതായ ന്യായമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ വ്യക്തമായ ന്യായം, തെളിവ്, അത് പ്രകാരമാണ് ഈ സഹീഹ് മുസ്ലിമിൽ അദ്ദേഹം ഹദീസുകളെ ചേർത്തിട്ടുള്ളത്, ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയണം. എന്നിട്ട് അദ്ദേഹം പിന്നെ പറയുന്നു വേറൊന്ന്, അറത്തു കിതാബി ഹദാല അബി സുറ, സഹീഹ് മുസ്ലിം അദ്ദേഹം രചിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ ഈ കിതാബിനെ ഞാൻ പ്രദർശിപ്പിച്ചു അല അബി സുറ, അബൂ സുറ റാസിക്ക്. അബൂ സുറ റാസിക്ക്, അബൂ സുറ റാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗത്ഭ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹുഫാദുദ്ദുന്യ അർബ, ദുനിയാവ് കണ്ട ഹാഫിളീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹാഫിളീങ്ങൾ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ഖുർആനും ഹദീസുകളൊക്കെ ബൈഹാർട്ടാക്കിയ പണ്ഡിതന്മാർ 4 പേരാണ് ഹുഫാദുദ്ദുന്യ. അതിലൊന്ന് അബൂ സുറ റാസി റയ്യിൽ, അബൂ സുറ റാസി റയ്യിൽ. 2 മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് ബിൻ നൈസാപൂർ, ഇമാം മുസ്ലിം നൈസാപൂരിൽ. 3 അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ അദ്ദാരിമി, അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ അദ്ദാരിമി. 4 ആരാണ്? അബൂ അബ്ദുല്ല മുഹമ്മദ് ഇബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ബുഖാറയിൽ മുഹമ്മദ് ഇബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഇവരാണ് ദുനിയാവ് കണ്ട ഹാഫിളീങ്ങൾ. ആ ഹാഫിളീങ്ങളിൽ ഒരാളാണ് ആര്? ഇമാം അബൂ സുറ റാസി. ഇമാം മുസ്ലിം പറയാണ്, അബൂ സുറ റാസിക്ക് ഞാൻ എൻ്റെ ഈ കിതാബ് അവതരിപ്പിച്ചു. എന്നിട്ട് പറയണം ഫകുല്ലമ അഷാറ അന്ന ലഹു ഇല്ല തറക്തുഹു. ഇമാം അബൂ സുറ പറയാണ്, ഈ ഹദീസിന് ഒരു ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ തറക്തുഹു, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ സഹീഹ് മുസ്ലിമിൽ അതിനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. വകുല്ലമ ഖാല അന്നഹു സഹീഹ്, അബൂ സുറ ഏതൊരു ഹദീസിനെ കുറിച്ചാണ് സഹീഹാണെന്ന് പറഞ്ഞത്, വലൈസ ലഹു ഇല്ലത്തില്ല എന്ന് പറഞ്ഞത്, ഖറജ്തുഹു, ഞാൻ ഈ ഹദീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം പറയാണ്, അബൂ സുറ റാസിക്ക് ഞാനിത് കാണിച്ചു കൊടുത്തു, അദ്ദേഹം ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞതിന് ഞാൻ ഒഴിവാക്കി, അദ്ദേഹം സഹീഹാണ് ഇല്ലത്തില്ല എന്ന് പറഞ്ഞതിന് ഞാനെന്ത് ചെയ്തു, പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ ഇമാം മുസ്ലിമിൻ്റെ സൂക്ഷ്മതയാണ്, ശ്രദ്ധയാണ് ഈ ഒരു രചന നിർവഹിച്ചതിൽ എന്ന് മനസ്സിലാക്കി. സഹീഹ് മുസ്ലിമിലെ ഹദീസുകളുടെ എണ്ണം എത്ര? ആവർത്തിച്ച് വന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസുകളുടെ എണ്ണം 5770 ആണ്. 5770. ചില ഹദീസുകൾ മുതാബഅത്ത് ഷവാഹിദ് എന്ന പേരിൽ അറിയപ്പെടും. അതൊഴിച്ച് മർഫൂആയി ആവർത്തിച്ച് വന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകൾ ആവർത്തനത്തോടുകൂടി 5770. ഹദീസുകളിൽ ചിലതിന് മുതാബഅത്ത് ഷവാഹിദ് എന്ന് പറയും. അത് സഹീഹ് മുസ്ലിമിൽ 1615 ഉണ്ട്. അത് ഞാൻ ഇന്ന് പറയാം. ഈ മുഖററായ ഹദീസുകളും ഷവാഹിദ് മുതാബഅത്ത് ഇവകളും കൂടിയാൽ സഹീഹ് മുസ്ലിമിൽ 7385 ഹദീസുകളാണ്. 7385 ഹദീസുകൾ. ആവർത്തനം കൂടാതെയുള്ള മുസ്ലിമിലെ ഹദീസുകൾ എത്രയാണ്? 3033 ആണ്. ആവർത്തനം കൂടാതെയുള്ള ഹദീസുകൾ. ഇത് നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ആവർത്തനം കൂടാതെ 4000 ഹദീസുകളുണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെയും എന്താണ്, ഓരോ കാലങ്ങളുടെയും അവരുടെ ഈ പരിശോധനയുടെ പരിമിതികളാണ്. 3033 ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഏറ്റവും അവസാനം ഫുആദ് അബ്ദുൽ ബാഖി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ചടഞ്ഞിരുന്ന് സഹീഹ് മുസ്ലിമിനെ തെരഞ്ഞു പെറുക്കി ഒട്ടും ആവർത്തനം വരാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ട്.
അങ്ങനെയാണ് അദ്ദേഹം 3033 എന്നുള്ള എണ്ണം എത്തിയത്. അതേസമയം ചിലർ ആവർത്തനമില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആവർത്തനങ്ങളൊന്നും പരിഗണിച്ചിട്ടുണ്ടാവില്ല. മൊത്തത്തിൽ ആവർത്തനമില്ല എന്ന നിലക്ക് എണ്ണീട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത് 4000 അങ്ങനെ എണ്ണിയവരുണ്ട്. സഹീഹ് മുസ്ലിം എത്ര ഹദീസുകളുള്ളത്? ചിലർ പറയും 4000. അതെന്തുകൊണ്ടാണ് ആ 4000 പറയണത്? ചെറിയ നേരിയ ആവർത്തനങ്ങൾ അവർ പരിഗണിക്കാതെ എണ്ണിയത് കൊണ്ടാണ്. എന്നാൽ ഫുആദ് അബ്ദുൽ ബാഖി സഹീഹ് മുസ്ലിമിനെ തെരഞ്ഞു പെറുക്കി സൂക്ഷ്മമായി പഠിച്ചിട്ട് ആവർത്തനം കൂടാതെ അതിൽ 3033 ഹദീസുകളുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഷവാഹിദ് മുതാബഅത്ത് എന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇപ്പോൾ ഒരു ഹദീസ് ആ ഹദീസിൻ്റെ ആശയം അതേ ആശയം വേറെ ഹദീസിലുണ്ട് എങ്കിൽ ആ ഹദീസിൻ്റെ ആശയം വേറൊരു ഹദീസിലുണ്ട് എങ്കിൽ ഈ ഹദീസിനെ എന്ത് പറയാം? ഷവാഹിദ് എന്ന് പറയാം. അപ്പോൾ പിന്നെ അങ്ങനെ വരും. കുറേ ആശയത്തിൽ ഉള്ളടക്കത്തിൽ പൊരുത്തുള്ള കുറേ ഹദീസുകൾ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഹദീസുകളാണെന്ത് ആദ്യം വന്ന ഹദീസിൻ്റെ ഷവാഹിദായിട്ട് പറയാം. യഥാർത്ഥത്തിൽ ഒരു ഹദീസ് മതി, പക്ഷേ ആശയത്തിൽ പൊരുത്തുള്ള കുറേ ഹദീസുകൾ കൊടുക്കും. അതാണ് ഷവാഹിദ്. മുതാബഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചില ഹദീസുകൾ അതിൻ്റെ റാവിമാരെ നോക്കുമ്പോൾ 2 റാവിമാർ അവരുടെ ഷെയ്ഖ് ഒന്നായിരിക്കും. അപ്പോൾ സനദ് നോക്കുകയാണെങ്കിൽ സനദ് ചെന്ന് ചേരുന്നത് ആരിലേക്കാണ്? ഒരു ഷെയ്ഖിലേക്കാണെങ്കിൽ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് ഒന്നായിരിക്കും. മനസ്സിലല്ലേ? അപ്പോൾ എന്നിട്ട് ഹദീസ് അങ്ങനെ ഉള്ള ഹദീസുകൾക്കാണ് മുതാബഅത്ത് എന്ന് പറയുന്നത്. ഈ മുതാബഅത്ത് ഷവാഹിദുകൾ എന്തിനാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഇങ്ങനെ പരിശോധിച്ച് കണ്ടെത്തണമെന്നറിയോ? ഒരു ഹദീസ് ഇനി ദുർബലമാണെങ്കിൽ തന്നെ അത് സഹീഹ് ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. പിന്നെ ചില പണ്ഡിതന്മാർ ആ നിലക്കും പരിഗണിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് ദുർബലാണെങ്കിൽ തന്നെ അതേ ആശയത്തിൽ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? ഈ ഹദീസിൻ്റെ ദുർബലത താരതമ്യേന കുറഞ്ഞതാണ് എങ്കിൽ ഈ റിപ്പോർട്ടുകൾ കൊണ്ട് ഈ ഹദീസ് ബലപ്പെടും. ഒരു ഹദീസ് അതിൻ്റെ ദുർബലത താരതമ്യേന കനം കുറഞ്ഞതാണ്. പറ്റ കള്ള ഹദീസോ അല്ലെങ്കിൽ പിന്നെ വർജ്യമായ ഹദീസോ അല്ല, നേരിയ ദുർബലതയാണ് എങ്കിൽ അതേ ആശയത്തിൽ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട് എങ്കിൽ മനസ്സിലല്ലേ ഈ റിവായത്തുകൾ കൊണ്ട് ഈ ഹദീസ് ബലപ്പെടും. അതിനാണ് മുതാബഅത്ത് ഷവാഹിദ്. അത് ഉസൂലുൽ ഹദീസിലൊരു വിഷയമാണ്. ഏതായാലും അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു മുഖററായി മർഫൂആയ ഹദീസുകൾ 5770, മുതാബഅത്ത് ഷവാഹിദുകൾ 1615, മൊത്തം നോക്കുകയാണെങ്കിൽ 7385, ആവർത്തനമൊന്നുമില്ലാതെ മർഫൂആയി റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകൾ സഹീഹ് മുസ്ലിമിൽ 3033. പണ്ഡിതന്മാർ ഈ ഒരു രചനയെ, സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഒരു രചനയെ എത്ര സൂക്ഷ്മമായി അതിൻ്റെ വരികൾ വായിച്ച് പഠനവിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയാനാണ് ഇതിവിടെ ഞാൻ പിന്നെ ഇതൊക്കെ ചേർത്ത് ഇവിടെ പറഞ്ഞതല്ല. എനിക്കറിയാം ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി, എത്ര ഹദീസുകളുണ്ട്, അത് ആവർത്തനത്തോടുകൂടി 5770, ആവർത്തനമില്ലാതെ 3033 പറഞ്ഞാൽ മതി. പക്ഷേ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ശരിക്ക് ഓരോ വരികളിൽ വായന നടത്തിയിട്ടുണ്ട്. എന്നിട്ട് തന്നെയും ഇപ്പം 3033 പറഞ്ഞു, 4000 പറഞ്ഞു. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ മുഖദ്ദിമുണ്ട്, ആമുഖത്തിൽ ഇമാം മുസ്ലിം എന്തിട്ട് ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. ആമുഖത്തിൽ എന്നിട്ട് പറയാൻ ഈ എണ്ണിയ ആളുകൾ പറയാണ് ആമുഖത്തിലെ ഹദീസ് ഞങ്ങളിവിടെ പരിഗണിച്ചിട്ടില്ല. ഈ എണ്ണിയവർ പറയാണ് ആമുഖത്തിലെ ഹദീസുകൾ ഞങ്ങളിവിടെ പരിഗണിച്ചിട്ടില്ല. പിന്നെയോ ആമുഖം ഉണ്ടല്ലോ, ഒരു ഗ്രന്ഥരചന നടത്തുമ്പോൾ ആമുഖത്തിൽ നമ്മൾ കൊടുക്കുമല്ലോ, അപ്പോൾ അത് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയതല്ല. അതുകൊണ്ട് തന്നെ ഈ എണ്ണിയവർ പറയാണ് ഞങ്ങൾ ആമുഖത്തിലെ ഹദീസ് എണ്ണിയിട്ടില്ല, ആമുഖമല്ലാതെയാണ് എണ്ണിയത്. അപ്പോൾ എന്താണ്? ആമുഖവും പഠനവിധേയാക്കിയിട്ടുണ്ട്, കിതാബും പഠനവിധേയാക്കിയിട്ടുണ്ട്, അത് ഓരോ വരിയും പക്ഷവായന നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതൊക്കെ. പിന്നെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹുകൾ നോക്കൂ നിങ്ങൾ. കുറേ ഷറഹുകളുണ്ട് ഇമാം മുസ്ലിമിൻ്റെ സഹീഹിനും. അതിൽ പ്രസിദ്ധമായതാണ് അൽ മുഫ്ഹിം ഫി ഷറഹി മുസ്ലിം.
അബ്ദുൽ ഗഫാർ ബിൻ ഇസ്മായിൽ അൽ ഫാരിസി, ഏറ്റവും ആദ്യത്തെ ഇതായിരിക്കും ഇത്, അൽ മുഫ്ഹിം ഫി ശറഹി മുസ്ലിം. അതേപോലെ അൽ മുഅലിം ഫി ശറഹി മുസ്ലിം ലി മുഹമ്മദ് ബിൻ അലി ബിൻ ഉമർ അൽ മാസിരി അൽ മാലിക്കി. പിന്നെ ഇക്മാലുൽ മുഅലിം ബി ഫവായിദി ശറഹി സഹീഹ് മുസ്ലിം ലിൽ ഖാദി ഇയാദ് അൽ യഹ്സുബി, ഇമാം ഖാദി ഇയാദിൻ്റെതാണിത്. അതേപോലെ ഷറഹ് സഹീഹ് മുസ്ലിം ലി അബി അംർ ഇബ്നു ഉസ്മാൻ ഇബ്നു സലാഹ് എന്ന് നമ്മൾ പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഷറഹ്. അൽ മിൻഹാജ് ഫി ഷറഹി സഹീഹ് മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ്, അതാരുടേതാ? അൽ മിൻഹാജ് അൽ മിൻഹാജ് ഫി ഷറഹി സഹീഹ് മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ്, മുസ്ലിം ഇബ്നു ഹജ്ജാജ് പേരാണ്. അതാരുടേതാണ്? ഇമാം നവവിയുടെ. ഇമാം നവവി കേട്ടിട്ടില്ലേ? ഇമാം നവവിയുടെ ഷറഹാണ് സഹീഹ് മുസ്ലിമിന് ഏറ്റവും മഹത്തായ ഷറഹ്, ഏറ്റവും നല്ല ഷറഹ് ഇമാം മുസ്ലിമിൻ്റേതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇമാം നവവിയുടെ ഷറഹ് സഹീഹ് മുസ്ലിം ഇമാം നവവിയുടേത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് അൽ മിൻഹാജ് എന്നാണ്. അൽ മിൻഹാജ് ഫി ഷറഹി സഹീഹ് മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ്, ഇമാം നവവിയുടേത്. പിന്നെ ഇക്മാൽ ഈസ ഇബ്നു മസ്ഊദ് സവാവി അൽ മാലിക്കി, അത് ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഗ്രന്ഥമാണ്, ഷറഹ് തന്നെയാണ്. പിന്നെ അത്തഹരീർ ഫി ഷറഹി സഹീഹ് മുസ്ലിം ലി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്ബഹാനി, ഫത്ഹുൽ മുൽഹിം ഫി ഷറഹി സഹീഹ് മുസ്ലിം ലി ഷബീർ അഹമ്മദ് അൽ ഉസ്മാനി, പിൽക്കാലക്കാരനാണ് അയാൾ. അസ്സിറാജുൽ വഹാജ് അല മുഖ്തസരി സഹീഹ് മുസ്ലിം ബിൻ അൽ ഹജ്ജാജ്, അസ്സിറാജുൽ വഹാജ് അല മുഖ്തസരി സഹീഹ് മുസ്ലിം ബിൻ അൽ ഹജ്ജാജ്. അത് സഹീഹ് മുസ്ലിമിനെ ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട് ഒരു പണ്ഡിതൻ, അതിന് ഷറഹാണ് അസ്സിറാജുൽ വഹാജ്. അത് സിദ്ദീഖ് ഹസൻ ഖാൻ്റേതാണ്. സിദ്ദീഖ് ഹസൻ ഖാനെ കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഷറഹാണ്. പിന്നെ ഇമാം സുയൂത്തിയുടെ അദ്ദീബാജ് അല സഹീഹ് മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ്, അദ്ദീബാജ് അല സഹീഹ് മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ്, അത് ഇമാം അസുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. പിന്നെ മിൻഹാജുദ്ദീബാജ്, ഇതുമായി ബന്ധമാണ്. മിൻഹാജുദ്ദീബാജ് ബിഷറഹി സഹീഹ് മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ്, അത് ഖുസ്തല്ലാനിയുടേത്. ഷിഹാബുദ്ദീൻ അൽ ഖുസ്തല്ലാനിയുടെ പിന്നെ രചനയാണ് ഇത്, മിൻഹാജുദ്ദീബാജ്. ഇതല്ലാതെ വേറെയും ഷറഹുകളുണ്ട്. എൻ്റെ ഓർമ്മയിൽ 41 ഷറഹുകൾ സഹീഹ് മുസ്ലിമിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായതാണ് ഞാനിവിടെ എഴുതിയത്. എന്ന് പറഞ്ഞെങ്കിൽ സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നത്തെ ആളുകൾക്ക് മാത്രം കിട്ടിയ ഒരു അവതരിപ്പിക്കപ്പെട്ടൊരു സാധനമല്ല. പിന്നെ അത് കാലാകാലങ്ങളിൽ മുസ്ലിം ലോകം പരിഗണിച്ചിരുന്ന, പഠിച്ചിരുന്ന, വിശദീകരിച്ചിരുന്ന, അനുബന്ധം നൽകിയിരുന്ന ബൃഹത്തായ രചനകളാണ്. ഇമാം ഹാക്കിമിൻ്റെ ഉസ്താദ് അബു അലി അൻ നൈസാബൂരി പറയാണ്, അദ്ദേഹം ഹഫിളായിരുന്നു. മാ തഹ്ത അദീമി സമായി അസഹു മിൻ കിതാബി മുസ്ലിം. എന്താ? മാ തഹ്ത അദീമി സമാ, മാനത്തിൻ്റെ ചുവട്ടിലില്ല, അസഹു മിൻ കിതാബി മുസ്ലിം, മുസ്ലിമിൻ്റെ കിതാബിനോളം സഹീഹായ ഒരു രചന, മുസ്ലിമിൻ്റെ കിതാബിനോളം സഹീഹായ ഒരു രചന ആകാശത്തിന് താഴെ ഇല്ല എന്നാണ് അബു അലി അൻ നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്ന് പറഞ്ഞെങ്കിൽ എന്താ അറിയിക്കണത്? അതറിയിക്കുന്നത് ഈ സഹീഹ് മുസ്ലിമിൻ്റെ സ്ഥാനം. ഞാൻ അത് കൊണ്ടുവരാം. മാഫി ഹാദിഹിൽ കുത്തുബി കുല്ലുഹ അജ്വദ് മിൻ കിതാബിൽ ബുഖാരി. ഇത് അബു അബ്ദുറഹ്മാൻ ഇബ്നു ഷുഐബ് അൻ നസായിയുടെ വാക്കാണ്, ഇമാം നസായിയുടെ വാക്കാണിത്. ഇത് മാഫി ഹാദിഹിൽ കുത്തുബി കുല്ലിഹ, ഈ കിതാബിൽ മുഴുവനുള്ളത് അജ്വദ് മിൻ കിതാബിൽ ബുഖാരി, ബുഖാരിയുടെ കിതാബിലുള്ളതിനേക്കാൾ അജ്വദാണ്. എന്താണ്? മേന്മയുറ്റതാണ്, നല്ലതാണ്. അതായത് ബുഖാരിയുടെ കിതാബാണ് സഹീഹ് ബുഖാരി, അതിലുള്ളതിനേക്കാൾ ഉത്തമമാണ് ഈ കിതാബിലുള്ളത്. ഏത് കിതാബിലുള്ളത്? സഹീഹ് മുസ്ലിമിലുള്ളത്. അങ്ങനെ അഭിപ്രായപ്പെട്ടു? നസായി അഭിപ്രായപ്പെട്ടു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹീഹ് മുസ്ലിമിൻ്റെ ഒരു പദവി അറിയിക്കാനാണ് ഞാനത് പറഞ്ഞത്. പണ്ഡിതന്മാർ ചിലർ സഹീഹ് മുസ്ലിമിനെ സഹീഹുൽ ബുഖാരിയേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചില വിഷയത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. ചില വിഷയത്തിൽ, മുഴുവനല്ല, ചില വിഷയത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണനയിലാണ് ഈ വാക്കുകൾ, മൊത്തത്തിലല്ല. അതുകൊണ്ടാണ് തശാജറ ഖൗമുൻ ഫിൽ ബുഖാരി വ മുസ്ലിമിൻ ലദയ്യ വഖാലു അയ്യു ദൈനി തുഖദ്ദിമു.
ഫഖുൽതു ലഖദ് ഫാഖൽ ബുഖാരി സിഹ്ഹതൻ കമാ ഫാഖ ഫീ ഹുസ്നി സിനാഅത്തി മുസ്ലിം. എന്താ തശാജറ ഖൗമുൻ ഫിൽ ബുഖാരി വ മുസ്ലിം. ചില ആളുകൾ ബുഖാരി മുസ്ലിമിൻ്റെ വിഷയത്തിൽ തശാജറ എന്ന അഭിപ്രായ വ്യത്യാസത്തിലായി. ഏതാണ് ഏറ്റവും നല്ലത് എന്നതിൽ, ഏറ്റവും സഹീഹ് ഏത് എന്നതിൽ ബുഖാരി മുസ്ലിം രചനകളുടെ വിഷയത്തിൽ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായി. ലദയ്യ, എൻ്റെ അടുക്കൽ. ഈ കവി പറയാണ്. വഖാലു, അവർ ചോദിച്ചത് അയ്യുദൈനി തുഖദ്ദിം, സഹീഹ് മുസ്ലിമാണോ അതല്ല സഹീഹ് മുസ്ലിമാണോ, സഹീഹ് ബുഖാരിയാണോ സഹീഹ് മുസ്ലിമാണോ നിങ്ങൾ മുന്തിപ്പിക്കുന്നത്? ഏറ്റവും നിങ്ങൾ എന്തായാലും പറയാം പരിഗണന നൽകുന്നത് ബുഖാരിക്കാണോ മുസ്ലിമിനാണോ കൂടുതൽ പരിഗണന നൽകുന്നത് എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ പണ്ഡിതൻ പറയാണ്, ഞാൻ പറഞ്ഞു, ലഖദ് ഫാഖൽ ബുഖാരി സിഹ്ഹതൻ, സിഹ്ഹത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാ മികച്ചു നിൽക്കുന്നത്? ബുഖാരിയാണ്. സഹീഹ് ഈ പരിഗണനയിൽ ബുഖാരിയേക്കാൾ ആരാ മികച്ചു നിൽക്കുന്നത്? മുസ്ലിമിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ബുഖാരിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. എന്നാൽ കമാ ഫാഖ ഫീ ഹുസ്നി സിനാഅത്തി മുസ്ലിമു, ഹുസ്നു സിനായിൽ രചനയുടെ ഇതുണ്ടല്ലോ കഴിവ്, രചനയുടെ മേന്മ, അത് നോക്കുകയാണെങ്കിൽ ആരാണ് മുന്നിട്ടിരിക്കുന്നത്? മുസ്ലിമാണ്. അതായത് ഒരു ഹദീസ് സഹീഹാണ് എന്ന വിഷയത്തിൽ സിഹത്ത് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഏതാണ്? ബുഖാരിയാണ്. ബുഖാരിയുടെ കിതാബാണ് അസ്സഹുൽ കുതുബ് ബാദ കിതാബിൽ, അള്ളാൻ്റെ കിതാബിന് ശേഷം ഏറ്റവും സഹീഹായ കിതാബ്. എന്നാൽ രചന കൂർവ ഹദീസുകളെ ക്രോഡീകരിച്ച് വെക്കുന്നതിലുള്ളതായ ആ ഒരു വിഷയത്തിൽ ഏതാ മികച്ചു നിൽക്കുന്നത്? മുസ്ലിമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ ഇമാം ബുഖാരിയുടെ സഹീഹിൽ മുഅല്ലഖാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, സനദ് മുറിഞ്ഞ ഹദീസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇമാം ബുഖാരി അങ്ങനെ കൊടുക്കാറുണ്ട്. താബിഈ പറഞ്ഞതായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇമാം ബുഖാരി നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതിനൊക്കെയാണ് മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഇവിടെ അല്ല, സഹീഹ് മുസ്ലിമിലില്ല. സഹീഹ് മുസ്ലിം അദ്ദേഹം രചിക്കുമ്പോൾ ഉസ്താദായ ബുഖാരിയിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊണ്ടിട്ടാണ് രചിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ട് തന്നെ പിന്നെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രചനകളിൽ എന്തൊക്കെ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ടോ, ശിഷ്യൻ നിരീക്ഷിച്ചിട്ടുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യും? തൻ്റെ രചനയിൽ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിർമ്മാണ വൈഭവം അതിൽ മുസ്ലിം മികച്ചു നിൽക്കുന്നു. പക്ഷേ സിഹത്ത് നോക്കുകയാണെങ്കിൽ ഇമാം ബുഖാരി ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിലുണ്ടല്ലോ, റാവിമാരുടെ വിഷയത്തിൽ പിന്നെ ഇപ്പോൾ ഷെയ്ഖും ഉണ്ടാവും ശിഷ്യനും ഉണ്ടാവും, തിൽമീദും ഉണ്ടാവും ഷെയ്ഖും ഉണ്ടാവും, അല്ലേ? തിൽമീദ് ഷെയ്ഖിൽ നിന്നാണ് ഹദീസ് സ്വീകരിക്കുക. ഈ തിൽമീദും ഷെയ്ഖും സമകാലീനരായിരിക്കണം, അവർ കണ്ടുമുട്ടുകയും വേണം. ഉസ്താദിനെ കണ്ടിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? തിൽമീദ് ഹദീസ് സ്വീകരിക്കേണ്ടത്. അത് ഇമാം ബുഖാരിയുടെ നിബന്ധനയാണ്. സമകാലീനരായ പോരാ. ഇപ്പോൾ ഉസ്താദും ശിഷ്യനും ഒരേ കാലക്കാരായിരുന്നു എന്ന പരിഗണന പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഈ ശിഷ്യൻ ഉസ്താദിനെ ചെന്ന് കണ്ട് ഉസ്താദിൽ നിന്ന് ഹദീസ് സ്വീകരിക്കണം. ഇതാണ് ആരുടെ നിബന്ധന? ഇമാം ബുഖാരിയുടെ നിബന്ധന. എന്നാൽ ഇമാം മുസ്ലിമിൻ്റെ നിബന്ധന ശിഷ്യനും ഉസ്താദും, ഷെയ്ഖും തിൽമീദും ഉസ്താദും അവർ സമകാലീനരായാൽ മതി, കണ്ടോളണം എന്നില്ല. അപ്പോൾ തിൽമീദ് ഉസ്താദിൽ നിന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്, രണ്ടാളും ഒരേ കാലക്കാരാണ് എങ്കിൽ ഇമാം മുസ്ലിം എന്ത് ചെയ്യും? അത് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യില്ല. ഇമാം ബുഖാരി എന്താ നിബന്ധന? ഈ തിൽമീദ് ആ ഉസ്താദിനെ ചെന്ന് കണ്ട് നേരിട്ടെടുത്തു എന്നുള്ളത് ഉറപ്പ് വരണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആരുടേതാണ് ഏറ്റവും സിഹത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്? ഇമാം ബുഖാരിയുടേതാണ്. അതേസമയം ഈ രചനയിൽ ക്രോഡീകരണത്തിൽ മികച്ചു നിൽക്കുന്നത് ഇമാം മുസ്ലിമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പരിഗണനകളെ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കേണ്ടത്. രണ്ടായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബ് ഏതാണ്? അത് സഹീഹ് ബുഖാരിയാണ്, പിന്നെ സഹീഹ് മുസ്ലിമാണ്. ഇമാം ഇബ്നു സലാഹ് പറഞ്ഞത് നമ്മൾ മനസ്സിലായില്ലേ? ഇമാം ഇബ്നു സലാഹ് പറയാണ്, അവ്വലു മൻ സന്നഫൽ മുസ്നദ്, ആദ്യമായി മുസ്നദ് രചിച്ചത്. മുസ്നദ് എന്ന് പറഞ്ഞെങ്കിൽ മുസ്നദായ ഹദീസുകൾ, നമ്മൾ അത് പറഞ്ഞ മുസ്നദല്ല, മുസ്നദായ ഹദീസുകളെ ക്രോഡീകരിച്ചത്. അവ്വലു മൻ സന്നഫ സഹീഹൽ മുസ്നദ്, സഹീഹായ മുസ്നദുകൾ ഹദീസുകൾ രചിച്ചത് അത് ഇമാം ബുഖാരിയാണ്, പിന്നെ മുസ്ലിമാണ്. എന്നിട്ട് പറയണം വകിതാബാഹുമാ അസഹുൽ കുതുബ് ബഅദ കിതാബില്ലാ. ഇമാം ഇബ്നു സലാഹ് പറയണം വകിതാബാഹുമാ, അവർ രണ്ടുപേരുടെയും കിതാബുകൾ, സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും, അസഹുൽ കുതുബ് ബഅദ കിതാബില്ലാ, അള്ളാൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബാണ്. ഇതേപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതേപോലെയാണ്. അവ്വലു മുസന്നഫ്
അസഹിഹ്, ആദ്യത്തെ സഹീഹായ സഹീഹ് അൽ മുജറദ്, അവ്വലുൽ മുസന്നഫ് സഹീഹ് അൽ മുജറദ്, തനി സഹീഹായ ഹദീസുകൾക്കുള്ള ആദ്യത്തെ രചന അത് ബുഖാരിയുടേതാണ്, പിന്നെ മുസ്ലിമിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സഹിഹായ കിതാബുകൾ ഈ 2 കിതാബുകളാണ്. ഏത് 2 കിതാബുകളാണ്? സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും. ഇതേപോലെ പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു കസീർ, അതേപോലെ ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി തുടങ്ങി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എല്ലാവരും ഈ ഒരു വിധി അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രബലമായ രചന അത് സഹീഹായ ഹദീസുകളെ ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ ഇമാം ബുഖാരിയുടേതാണ്, ഇമാം മുസ്ലിമിൻ്റേതാണ് എന്ന് ഇതേപോലതായ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ആകാശത്തിന് താഴെ ഭൂമിക്കുപരിയിൽ അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലോകം സ്വീകാര്യതയിൽ കൊണ്ട, മുസ്ലിം ലോകം ഏകോപിച്ച് ഖബൂലാക്കിയ രചനയാണ് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും. ഞാൻ ഇവിടെ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചു ബുഖാരിയിൽ കൂടുതലുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുകളാണ് നൽകിയത്, ബാബ് നൽകിയിട്ടില്ല. കിതാബുകൾ നൽകിയിട്ട് അതിന് ചുവട്ടിൽ ഹദീസുകളെ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. സുന്ദരമായി ആവർത്തനമൊന്നും ഇല്ലാതെ, കഴിയുന്നിടത്തോളം ആവർത്തനമില്ലാതെ, അതേപോലെ മുഅല്ലഖാത്തുകളൊന്നും ഇല്ലാതെ കൊടുക്കുകയാണ് ചെയ്തത്. ബാബ് നിശ്ചയിച്ചത് ആരാണ്? ബാബ് ഇമാം മുസ്ലിമിൻ്റേതല്ല. ബാബ് സഹീഹുൽ മുസ്ലിമിനെ വിവരിച്ചപ്പോൾ, ഷറഹ് ചെയ്തപ്പോൾ ഇമാം നവവിയാണ് നൽകിയത്. മനസ്സിലല്ലേ? ഇമാം മുസ്ലിം ബാബ് നൽകിയിട്ടില്ല. അങ്ങനെയുണ്ട്, പല രചനകളും നമുക്ക് കാണാൻ സാധിക്കും. പിൽക്കാലത്ത് ഹദീസിനെ ഷറഹ് ചെയ്തവർ അല്ലെങ്കിൽ ഗ്രന്ഥത്തെ ഷറഹ് ചെയ്തവരാണ് അതിനുള്ള അധ്യായങ്ങളും ടൈറ്റിലുകളൊക്കെ നൽകുക. അതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ എണ്ണുമ്പോൾ ഇത് ഇമാം മുസ്ലിം കൊടുത്ത എണ്ണാണെന്ന് മനസ്സിലാക്കരുത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇത് നവവിയുടേതാണ്. മാത്രമല്ല, നവവി വിട്ടുപോയ ചില ബാബുകൾ അത് വേറെ പണ്ഡിതന്മാരും കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഈ മുസ്ലിമിന്, സഹീഹ് മുസ്ലിമിന്. അലാ കുല്ലിൻ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് സുന്ദരമായി. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് സുന്ദരമായി. മനസ്സിലായില്ലേ? അതിൽ മുസ്നദുകളിൽ ക്രോഡീകരിച്ചത് നമ്മൾ പറഞ്ഞു. സഹീഹുകൾ എന്ന പേരിൽ ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധമായ 2 രചനകളാണെന്ന് സഹീഹുൽ ബുഖാരിയും മറ്റൊന്ന് സഹീഹ് മുസ്ലിം. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ സഹീഹായ 2 രചനകളാണ് സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം. അവകളിൽ ഹദീസുകൾ ക്രോഡീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് നമ്മളിവിടെ ചുരുക്കി മനസ്സിലാക്കിയത്. ഇനി നമുക്കുള്ളത് സുനനുകളിൽ ക്രോഡീകരിച്ചതാണ്. സുനനുകൾ എന്ന് പറഞ്ഞെങ്കിൽ സുനൻ അബീ ദാവൂദ്, സുനനു തുർമുദി, സുനനു നസായി, സുനൻ ഇബ്നു മാജ. അതേപോലെ തന്നെ വേറെയും സുനനുകളുണ്ട്. ബൈഹഖിയുടെ സുനനുണ്ട്, ദാറഖുത്നിയുടെ സുനനുണ്ട്. ഇങ്ങനെ സുനനുകളുണ്ട്. തുടർന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.